ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ഷംസുദ്ദീൻ ഫൈസി അവറുകളെ റിലീസ് ചെയ്യേണ്ട സമയമായിട്ടില്ല. സമയം 2 മണിയാണ്. അതുവരെ സംസാരിക്കാമായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരന്മാരെ, ബദറിന്റെ 8ാം ദിവസവും സമാപന ദിവസവുമാണ് ഇൻഷാ അല്ലാഹ്. ഏകദേശം സാധാരണ പറയാറുള്ള ഭാഗങ്ങളൊക്കെ കൂടുതൽ വിശദീകരണങ്ങൾ ഇല്ല എങ്കിലും മർമ്മപ്രധാനമായ ഭാഗങ്ങളൊക്കെ നാം ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേ പരിപാടി തന്നെ നാട്ടിലൊക്കെ ഇത്രയും സമയം ഈ ചരിത്രം ഇത്ര പറയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും സമയം എടുക്കാറുണ്ട്. അതിനുള്ള കാരണം ഒന്ന്, ഒരു ആമുഖത്തിന്റെ ഒരു പ്രാർത്ഥന വേണ്ടിവരും. പിന്നീട് കഥാപ്രസംഗ ശൈലി അനുസരിച്ചൊരു പാട്ട് പോകണം. പിന്നീട് സംഭാവന വാഴ്ന്നു പറയേണ്ടി വരും. അതാണ് സംഘാടകരൊക്കെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള വലിയ ഉദ്ദേശം സാമ്പത്തികമായിരിക്കും. അപ്പൊ അതിന് നന്നായിട്ടൊരു വാഴ്ന്നു പറയേണ്ടി വരും. പിന്നീട് അതിന് ശേഷമാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇന്റർവ്യൂ, പിന്നെ ഒരു ലേലം വിളിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അതിനുള്ള പ്രാർത്ഥന, ഇതൊക്കെ പാടാവുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയണമെങ്കിൽ തന്നെ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ, റമദാനിൽ പ്രത്യേകിച്ചും 4-5 മണിക്കൂറൊക്കെ സമയം ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അത്തരം വിഷമങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ സത്ത മാത്രം പറയുന്നു. അതിന് അനുബന്ധ ചരിത്രങ്ങൾ പോലും നമ്മൾ ഒഴിവാക്കാറാണ് പതിവ്. സാധാരണ ചരിത്രങ്ങൾ, മറ്റുള്ള ചരിത്രങ്ങൾ ധാരാളം പറയാനുള്ള അവസരങ്ങൾ വൈകുട്ടി വൈദ്യർ കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പറയാതെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം പറഞ്ഞു പോവാറാണ് പതിവ്. എന്നാൽ തന്നെ എൻ്റെ സുഹൃത്ത് ഷംസുദ്ദീൻ ഫൈസിയൊക്കെ പറയാറുള്ളത് മക്കം ഫത്തഹൊക്കെ നടത്തിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് 1 ദിവസം കൊണ്ടാണ്, ഇത് ഇപ്പോഴും ആയിട്ടില്ല എന്നാ ചോദിക്കാറുള്ളത്. ബദർ നടന്നത് ഏതാനും മണിക്കൂറുകളാണ്, പക്ഷെ പറച്ചു തുടങ്ങിയിട്ട് നമ്മൾ 8 ദിവസമായി. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് ഇന്ന് പിന്നെ അവസാനിപ്പിക്കാൻ എന്ന് ഉദ്ദേശിക്കുന്നു. ലേലം വിളി ഇവിടെ നിങ്ങൾക്ക് സുഖമല്ലേ? കാരണം നാട്ടിലൊരു പരിപാടിക്ക് പോകണമെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഒരു വണ്ടി വേണം. പിന്നെ അതുപോലെ തന്നെ അവിടെ പോയിട്ട് അതിന് പോകാനുള്ള ചെലവ് വേറെ. അവിടെ ചെന്നാൽ അവർ പിഴിഞ്ഞ് ശരിയാക്കും, അത് മറ്റൊന്ന്. പിന്നെ അതുപോലെ തന്നെ പിന്നെ മൈക്കിന് വാടക കാണും, കാതികന്മാർക്ക് പൈസ കൊടുക്കണം, അവർക്ക് ചെലവ് കൊടുക്കണം. എന്നാൽ ഇതൊന്നും യാതൊരു പ്രയാസമില്ലാതെ, അതുപോലെ തന്നെ അവിടെ കസാലയിൽ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കാൻ, നിൽക്കുകയാണെങ്കിൽ അതെല്ലാം നടക്കുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് ഇരുന്ന് കേൾക്കാം, നിന്ന് കേൾക്കാം, കിടന്ന് കേൾക്കാം. പിന്നെ ചില അമീർമാരെ പോലെ ഇവിടെ ഓണാക്കി വെച്ചാണ്ട് അവിടെ ജോലിക്കും പോകാം. ഇതൊന്നും തടസ്സമില്ലല്ലോ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇന്ന് അതിന്റെ അവസാന ഭാഗം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് എല്ലാ ദിവസത്തെ പോലെയും ഒഴുക്കോടുകൂടെ പറയാൻ സാധിച്ചോണം എന്നില്ല. കാരണം ഇന്ന് തപ്പി പിടിച്ചിട്ട് ഓരോ ഭാഗങ്ങൾ പത്രങ്ങളൊക്കെ വേണമെന്ന് പറയാൻ എല്ലാവരും ക്ഷമിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുക. ഇന്നലെ നാം അവസാനിപ്പിച്ചത് കൂട്ടയുദ്ധം നടക്കുന്നു. ഇനി അത് ചോദിച്ചെന്ന് പറഞ്ഞാൽ അന്ന് പ്രശ്നം ഉണ്ടാകണം. കൂട്ടയുദ്ധം നടക്കുകയാണ്. ആ സമയത്ത് മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു ദുആ ചെയ്യുകയാണ് അല്ലാഹുവിനോട്. മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കി തരണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്.
അടലേറ്റം കടുപ്പമായി എരുമ്പാകി വിളമ്പുന്നു അഖീറബുൽ മുഖറബിൻ റസൂലുള്ളാഹ് മെയ്യെ ആരംഭ തിരുഹൈമ കകം പൂക്കോരായി തടിയേറ്റം പതിവുറ്റെ നബി കൂടെ അടിക്കുന്ന താമൊയ്യെ സഹബാക്കള് ഒരുത്തരില്ലേ മെയ്യെ സകലോരും ചമറ് പൂക്ക് ഒരുതുന്നോരായി ചുടർ ആറ്റൽ നബിയാരീഷുടെ വാതിൽ തനിൽ നിന്ന് ചൂരിത പട കൊള്ളെ എതിർ പോരായും മെയ്യെ ചൗവോടെ മുടങ്ങിയും ഇരുന്തിടാമേ. മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു ഈ യുദ്ധം കഠിനമായിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൈമയിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. തടിയേറ്റം പടിവുറ്റെ നബി കൂടെ അറ്റീക്കുന്ന താം ഒയ്യെ സഹാബാക്കൾ ഒരുത്തറിയില്ലേ. മഹാനായിരിക്കുന്ന പ്രവാചകനോടുകൂടെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല മാത്രമാണ് ഉള്ളത്. സകലോരും ചമറുപൂക്കിൽ പൊരുതുന്ന എല്ലാ ആളുകളും യുദ്ധത്തിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്. കഠിനമായിരിക്കുന്ന യുദ്ധം നടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂക്ഷിക്കാൻ തങ്ങളെ കാത്തു നിൽക്കുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല മാത്രമാണ്. ചുടർ ആറ്റൽ നബി ആരിഷുടെ വാതിൽ തന്നിൽ നിന്ന് ചൂരീതപ്പെടാതെ എതിർപ്പോരായി നെയ്യെ ചൊവ്വോടെ മടങ്ങിയും ഇരിക്കുകയാണ്. അങ്ങനെ മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം വേദനയോടുകൂടെ വേദനാദിയോടുകൂടെ ദുആ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല ചോദിക്കുന്നു, അതിലെയോ നബി എന്തിനാണ് ഇങ്ങനെ ഇത്രമാത്രം അവിടുന്ന് വിഷമിക്കുന്നത്? ഇടക്കഴിലുലാസങ്ങൾ തവൈറൂടിരണ്ടിട്ടും ഇതുപോലെ പല പട്ടം ഹൈമാതിൽ നെയ്യെ ഇടരാതെ വരുപോരും മടങ്ങുന്നോരായി ആരളത്തിരുവാഹ ദുആ ചെയ്യുന്നു ാരളത്തിരുവാഹ ദുആ ചെയ്യും നിറയോനെ ഔറെങ്കിൽ വഴുതാക്കൈതറിത്തോനെ നെയ്യെ അവരണിയിൽ ഹുദാദൽ ഇറക്കിയോനെ നേരോട്ടെ ഉരയ്ക്കുള്ള കരൻ കീഴിൽ നിനക്കായി ദേവങ്ങൾ എടുപ്പോരെ അധികം കാത്ത് നെയ്യെ നിറവേറ്റി നുസുറത്തും ചൊരിക്കോനേ. രാജാതിരാജനായ റബ്ബേ, ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നീ നിറവേറ്റി തരണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായിരിക്കുന്ന പ്രവാചകൻ അങ്ങേയറ്റം വേദനയോടുകൂടെ ദുആ ചെയ്യുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇൻ തഹ്ദികി ഹാദിഹിൽ ഇസാബ ഫി ഹാദൽ യൗം ഫലാ തുഅദ് ബഅദ ഹാദൽ യൗം യാ ഹയ്യു യാ ഖയ്യൂം. ഇന്നെങ്ങാനും ഈ പാപപ്പെട്ട ന്യൂനപക്ഷമെങ്ങാനും ഷഹീദായി പോയാൽ, എല്ലാവരും മരണപ്പെട്ടു പോയാൽ, ഇവർ പരാജയപ്പെട്ടു പോയാൽ നിനക്ക് തോന്നിയില്ല ആരാധിക്കാൻ ഇനി മുഅ്മിനീങ്ങൾ ഉണ്ടായിരിക്കുകയില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേറ്റം ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് നേരോട്ടെ ഉനൈക്കുള്ള കഹഞ്ചയിലും നിനക്കായി മംഗല്യത് പോലെ അധികം കാത്ത് നെയ്യെ നിറവേറ്റി നുസുറത്തും ചൊരിക്കോനേ. അല്ലാഹുവേ, ഇവിടെ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണെന്ന് നിനക്കറിയാമല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ പ്രശസ്തിക്ക് വേണ്ടിയല്ല, ഞങ്ങളെ തറവാടിന് വേണ്ടിയല്ല, ഞങ്ങളെ മറ്റൊന്നിനും വേണ്ടിയ തരത്തെ യുദ്ധം ചെയ്തത് നീ കൽപ്പിച്ചത് കൊണ്ടാണ്, നിനക്ക് വേണ്ടിയാണ്, നിന്റെ വചനത്തിന് വേണ്ടിയാണ്.
അതുകൊണ്ട് റബ്ബേ നിന്റെ സഹായം ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, വീണ്ടും പറയുകയാണ്, പാരത്താൽ അതിൻ മാറ്റം എടുത്തോടെ അഖിലീക്കൻ പായഹപ്പും ജനും പാത്തിലി ബഗീനഹൂമ നെയ്യെ തരീതൻ മുജീബായോലേ. റഹ്മാനേ, അതിനെ എതിരെ നിൽക്കുന്ന ആളുകളെ നീ നശിപ്പിക്കണേ റബ്ബേ. ഈ നിൽക്കുന്ന വിഭാഗത്തിൽ നിന്ന് വിഭാഗം ഹക്കിന്റെ ആളുകളാണ്, മറുവിഭാഗം ബാത്തിലിന്റെ ആളുകളാണ്. അതുകൊണ്ട് ഹക്കിന്റെ ആളുകളെ നീ വിജയിപ്പിക്കണേ റബ്ബേ. അതിന്റെ ഇടയിൽ നീ വേർതിരിക്കണേ റഹ്മാനേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ മഹാനായ സിദ്ദീഖ് ചോദിക്കുകയാണ്, വിലേറും പൊടിയിരി തരുന്നായിട്ട് നെയ്യെ വിടുകാതെ ദുആ ചെയ്തത് ഇത് വേണ്ടല്ലോ. ബഹുമാനറിയിരിക്കുന്ന ഇരവിന് പലി കൊണ്ട് വല്ലവൻ കബൂൽ ചെയ്തിടുപോലല്ലോ. നെയ്യെ ബഗാസിദ്ധി കുറാസേവി കണയാവോട്ടു. നബിയെ, എന്തിനാണ് നബിയെ ഇത്രമാത്രം വിഷമിക്കുന്നത്? അവിടുന്ന് അല്പം ദുആ ചെയ്താൽ തന്നെ, കുറഞ്ഞ വാക്കുകൾ പറഞ്ഞാൽ തന്നെ ഈ ലോകം, ഈ ശത്രുക്കളെ മുഴുവൻ ബാഹു ഒന്നിച്ച് നശിപ്പിക്കുമല്ലോ നബിയെ. പിന്നെ എന്തിനാണ് നബിയെ ഇത്രമാത്രം വിഷമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴൊന്നും ആ ഭാഗത്തേക്ക് ഉരാസേതി കണയാൻ പൊട്ടും. അതൊന്നും മഹാനായിരുന്ന പ്രവാചകൻ ശ്രദ്ധിക്കുന്നേയില്ല. ബഹുമാനപ്പെട്ട പ്രവാചകൻ വീണ്ടും വീണ്ടും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ തൊട്ട് നെയ്യെ മാവിട്ടോർ ഉടർഹാത്ത ബുഹയും സഫിയുള്ള സഹാബാക്കൾ കണീസത്ത് ദർശിത്ത് ഹൈറത്തയ്യരീശാരത്ത് നെയ്യെ ചെണ്ടൂടൻ കബീലാക്ക് മുഖം വിട്ടോരായി. മവാഹിബുദ്ദീൻ എന്ന് പറയുന്ന കിതാബില് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യാൻ ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്, മഹാനായിരിക്കുന്ന പ്രവാചകൻ ഹൈമയിലേക്ക് ചെന്നു നോക്കുന്ന സമയത്ത് രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴിപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് മുന്നിട്ടുകൊണ്ട് സുജൂദായി കൊണ്ട് പറയുന്നു, യാ ഹയ്യു യാ ഹയ്യു യാ ഹയ്യു യാ തമ്പുരാനേ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു വിഷമത്തോടുകൂടെ ദുആ ചെയ്യുന്ന രംഗമാണ് മഹാനായ ഉമർ ഫാറൂഖ് കാണുന്നത്. ും വെളികൊള്ള ഉയർത്തിക്കൊണ്ടിരക്കുന്നോരായി നെയ്യെ വീട്ടിത്താവളിതാപ്പോൾ പെരിയ താനേ താരായ പുരലോട് പെരിഹത്തായിരി പോരായി താവട കൈക്കേറ്റം കടത്തിൽ വറ്റി നെയ്യെ തങ്കത്തോ തളിൽ കൂട തൊഴിയിൽ വീണാർ. അല്ലാഹുവേ, സഹായം എത്തിക്കുറപ്പേ, സഹായം എത്തിക്കുറപ്പേ, വാഗ്ദാനം ചെയ്ത സഹായം എത്തിക്കുറപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈകളും രണ്ട് കണ്ണുകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് മഹാനായ പ്രവാചകൻ ദുആ ചെയ്യുമ്പോൾ മഹാനായ പ്രവാചകന്റെ ആ തോളിലിരിക്കുന്ന തട്ടം താഴെ വീഴുകയാണ്. തോളിരിക്കുന്ന തട്ടം താഴെ വീഴുകയാണ്. എന്നിട്ട് മഹാനായിരിക്കുന്ന പ്രവാചകൻ വീണ്ടും വീണ്ടും അതൊന്നും ശ്രദ്ധിക്കാതെ ദുആ ചെയ്യുന്നു. ആലപ്പള്ളീട്ടുള്ള അതവാഴ്ത്തിൻ വഴിയിട്ടുണ്ട് അറിവൈ തന്നെടുത്ത് താർക്കുയർത്തിയിട്ട് നെയ്യെ അവരുച്ചാർ തരുൾ താസി ഹബീബും ഓനായി ഉമേഷേടും ദുആയിന്ന് കുറഞ്ഞോണ്ട് മതിയിന്റെ കുറേശും മറ്റും നെയ്യെ ഉരത്തോടെ ഹലാക്കാവാം നഹിപ്പെന്തിന ആലത്തുൽ പുലിയബ്ബാതുടെ ജന്മൽ വിശേഷിച്ചും
കാലാപൂർവ്വതിനാളിൽ സഹാബാറെല്ലാം നെയ്യെ കായം തോട്ടവിഷ്ടാവിട്ടികൾ ചെയ്തോരായി. ഒരു 2 മിനിറ്റ് ആരെങ്കിലും മൈക്കിലേക്ക് വരണം. 2 മിനിറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഉസ്താദ് നല്ല ഒരു കഥാപ്രസംഗം, ബദർ ചരിത്ര കഥാപ്രസംഗമാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന് ടെലിഫോൺ കോൾ വന്നിട്ടുണ്ട്. ഉസ്താദ് 2 മിനിറ്റ് കൊണ്ട് വരുമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ക്ഷമിക്കുക, റേഡിയോ പ്രേക്ഷകരൊക്കെ ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് ഉസ്താദ് പെട്ടെന്ന് എത്തും. അൽഹംദുലില്ലാഹ് അല്ലാഹു ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ നെറ്റൊന്നും പ്രോബ്ലമില്ലാതെ ഇന്ന് തന്നെ തീർക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് തീർക്കുമെന്നാണ് ഉസ്താദ് പറഞ്ഞിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത സമയത്തിന് ഇൻഷാ അല്ലാഹ് നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് പുതിയ ചരിത്രമായി ഉസ്താദ് വരും. ബഹുമാനപ്പെട്ട അമീർ സാഹിബ് ഒരുക്കുക ഉപദേശിച്ചിരുന്നു. മറ്റുള്ള നബിമാരെ പറ്റിയൊക്കെ ചരിത്രം പറയണമെന്ന് ഉസ്താദിനെ പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇനിയുള്ള വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ് ഏതായാലും അല്ലാഹു ഉസ്താദിന് അതിനുള്ള ഇൽമും മറ്റുള്ള എല്ലാ കഴിവും ഏറ്റിയേറ്റി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് പിന്നെ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജമാലുദ്ദീൻ സാഹിബ് നിങ്ങൾ പോവാ, ഇത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഈ മുസ്തഫ ഇരിങ്ങല്ലൂര് ഇവിടെ നമ്മളെ ഇരിങ്ങല്ലൂർ സാഹിബിന്റെ നാട്ടിലാണോ? ഞാൻ അമീർ ഇരിങ്ങല്ലൂരിന്റെ അടുത്തുള്ള ആളാണോ? വേറെടെങ്കിലും ഇരിങ്ങല്ലൂരാണോ? ആ ശരി, 3:15 അല്ലേ? നിങ്ങള് ഇവിടെ ദുബൈയിലാണോ? നിങ്ങൾ ദുബൈയിലാണ്. 3:15 അല്ലേ? എന്തില്ല, അവരെ ഏകദേശം അത്താഴത്തിന്റെ സുബൈയുടെ സമയം ഏകദേശം ആയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പോകുന്നെന്ന് വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട കരീം ഫൈസി ഉസ്താദിന് വേണ്ടി കൈമാറുന്നു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടാവില്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ. മഹാനർക്കുന്ന പ്രവാചകൻ അങ്ങനെ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ നീ വാഗ്ദാനം ചെയ്തു തീർക്കുന്ന സഹായം എത്തിക്കറബേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഇവിടെ ബദറില് കാലത്തുൽ തുലി അബ്ബാസ് ഉദ്ദേശങ്ങളിൽ വിശേഷിച്ചും കാലത്തുൽ ബദറിനാണ് സഹാബോരെല്ലാം വിട്ടികൾ ചെയ്തവരെ എല്ലാ ആളുകളും ശരീരം മറന്നുകൊണ്ട് അവരുടെ തടിയിൽ ആഗ്രഹമില്ലാത്ത രൂപത്തിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് ബദറിൽ. ഒരാളും അവരുടെ ശരീരം നോക്കാതെ പടച്ച റബ്ബിന് വേണ്ടി അങ്ങേയറ്റത്തെ യുദ്ധം ചെയ്തിട്ടുണ്ട് ബദറിൽ എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അങ്ങനെ കേൾവിട്ടാരികരുകളെ ചെയ്യും ഷെയ്താലെ പിന്താൻ പുറപ്പെട്ടുള്ള സമയം ചെണ്ടകൾ തങ്കുടിതമാക്കി ചെവിപ്പടയും കണ്ടിടെ കുറെ ഫോസുകൾ തടിച്ചൊടിയും ഉണ്ടവർകളിൽ പലതരം കൊടിയും ഒരു ദൂര ആദിയിലുണ്ടേ കാടുത്തപ്പല ശൂജാത്തൂനി മാഷൂറാൻ ധീരൻ സൂറാക്കത്ത് ഇതിനോ മലിക്കാൻ അവൻ താൻ തിരുദണ്ഡം ജഹലുടെ കരമെ പിടിത്ത് കരിമുഖനോട് കരിമുഖനോട് പൊരുതലും അറിവിനുവിനവുമൈ പേത്ത് ചേരൈക്കാനിന്തന്റെ പാടിത്തോനുന്നു കോണ്ടീട്ടുമൈ പിന്താൻ പുറപ്പെട്ടതേ കൂട്ടും പരതുങ്കൽ ഹാജറാളുണ്ട്
അവர்கள் കുറയുസലാസമിനകത്ത് മരുവലുള്ള പരികളല്ലാത്ത് പരവതില്ലവേ അവരിൽ നടുത്ത് കോടുല്ലാത്ത മന ചുരുതി പൊങ്കി കോടുല്ലാത്ത മന ചുരുതി പൊമ്മോ. ഇവിടെ ശക്തമായിരിക്കുന്ന യുദ്ധം നടത്തിയപ്പോ സഹാബത്ത് ശക്തമായ യുദ്ധം നടത്തിയപ്പോ 1000 ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവര് പേടിച്ചോടാറി. തടിയിൽ കൊതിയില്ലാതെ കണ്ട് യുദ്ധം ചെയ്താലുണ്ടല്ലോ, ഒരാളെ അവരെ കൊല്ലും എന്നൊരാൾക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ പിന്നീട് അവനെ പിടിച്ചു കെട്ടണമെങ്കിൽ കുറച്ച് പടിയാണ്. ഇവിടെ സഹാബത്തിന് തടിയിൽ കൊതിയില്ല, മരിക്കട്ടെ എന്നാണ് അവരുടെ ആഗ്രഹം. മരിച്ചു പോട്ടെ, ഒരു പ്രശ്നമല്ല, മരിക്കണം ഇതാഗ്രഹിച്ചുകൊണ്ട് അവരെ തട്ടിമറിഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അബൂജാഹിൽ അടക്കമുള്ള ആളുകളൊക്കെ പടച്ചോനെ ഇനിയും ഇവിടെ നിന്നാൽ തടി കേടുവരും. നമ്മൾ വിചാരിച്ചതുപോലെയുള്ള മാപ്പിള കുട്ടികളല്ല. ഇപ്പോ മാപ്പിളുടെ കൂടപ്പിളേ നമ്മൾ വിചാരിച്ച മാതിരിയുള്ള ആളുകളല്ല. അതുകൊണ്ട് ഇനിയും നിന്നാൽ തടി കേടുവരും എന്ന് വിചാരിച്ചിട്ട് തൽക്കാലം നല്ലത് നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങലാണ് നല്ലത്. ഉള്ളതും പുറച്ച് ഉള്ളതും ചെന്ന് കിടന്നുറങ്ങലാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാം മുറുക്കാനുള്ള പരിപാടിയായിരുന്നു. ആ സമയത്ത് ഇബ്നു സുറാഖത്തിന്റെ രൂപത്തിൽ ഒരാൾ വരുന്നു. ഇബ്നു സുറാഖത്ത് നേരത്തെ മടങ്ങിയ ആളാണ്. വഴിയിൽ വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞില്ലേ, ഇവിടെ മടങ്ങലാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഇവൻ കിബറനാണ്, കൊതിയനാണ്, ഇവൻ എന്തെങ്കിലും കുടുക്കിൽ നമ്മളെ കൊണ്ടുപോയി കുടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് മടങ്ങി 300 ആളുകളോട് കൂടെ മടങ്ങിയ ആളാണ്. അവൻ ഇബ്നു സുറാഖത്തിന്റെ രൂപത്തിൽ ഒരാള് വന്നിട്ട് പറഞ്ഞു, അല്ല അബൂജാഹിലെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അബൂഹക്കം താങ്കൾ എന്താണ് ചെയ്യുന്നത്? പൊരിതലൻ ഹറുബിന് നിലവുമെ പെട്ട് ചേനൈ കണിന്തന്റെ പടി തോന്നുന്നു, കോർവിട്ടുമൈ പിന്താൻ പുറപ്പെട്ട ദജാബാനെ കോട്ടം പരാതുങ്കൾ ഹസാറാണ്. 1000-ഓളം ആളുകൾ, ധീരശൂര പരാക്രമികൾ, അതോടുകൂടെ ധാരാളം ആയുധങ്ങളുണ്ട്. ധീരശൂര പരാക്രമികളായിരിക്കുന്ന ആളുകൾ നിങ്ങൾക്കുണ്ട്. എന്നിട്ട് ആരോടാണ് നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നത്? കുറേ സലാസമി അത്തിനകത്ത് മരുവലർ ഉള്ളമെ പരികളാലാത്ത് 300-ൽ താഴെ മാത്രം ആളുകളുള്ള, വളരെയധികം കുറഞ്ഞ ആളുകളുള്ള ഈ ആളുകളോട്, അതുമാത്രമല്ല ആയുധങ്ങൾ വളരെ കുറവ്, അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ പിന്തിരിഞ്ഞു പോവുക. അയ്യയ്യേ നാളെക്കേട് പരവതിൽ ഇലവെ അവരിൽ മടുത്ത് കോടില്ലപ്പോന ചുരുങ്ങി പോകും. ആണാണ് പറഞ്ഞത് മീശയും വെച്ച് എന്തിനാണ് പൂജാരി നടക്കുന്നത്? നീന്ത് നടക്കുമോ അത് കണ്ടിട്ട് നീകൾ കൂടക്കത്തിൻ ആണും തോരാമേ. അണുവിൽ നിലയില്ലാതാകുന്നത് പിടിക്കാമെങ്കിൽ ചലിയാതെ പൊരുതെങ്കിലും പടയിൽ കലിയൻ സൗജിനെ കാലത്തുവതിണ്ടെങ്കിൽ നീരും കൂറേഷണം പേരുത്തി തോരായി. അതുകൊണ്ട് ഞാൻ സഹായിക്കാം, എന്റെ കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് ഞാൻ വരാനില്ല, ഞാനും ഈ കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ സഹായിക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? കെണിയിൽപ്പെടുത്തിയിട്ട് അഹമ്മദിനെ പിടിക്കണം, മുഹമ്മദിനെ പിടിച്ചിട്ട് അവനെ കശാപ്പ് ചെയ്യണം, അവന്റെ അനുയായികളെ നമുക്ക് തകർക്കണം, അവന്റെ മതത്തിന്റെ ആഗ്രഹം നമുക്ക് തീർക്കണം. കരിയൻ തൻ ഫൗസിനെ കലർത്താവർ ഇടയിൽ നീരും കുറേശെണ്ണം പെരുപ്പിത്തോര. അങ്ങനെ അവരെയും കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വളരെ സുന്ദരമാർക്കുന്ന രൂപത്തിൽ മുഹമ്മദിനെ തകർക്കണം എന്ന് ഇബ്നു സുറാഖത്തിന്റെ രൂപത്തിൽ അബൂജാഹിനോട് പറഞ്ഞത് അബൂജാഹിന് വലിയ സന്തോഷമായി. ആരായിരുന്നു ആ സുറാഖത്ത്? സൂറാഖത്തുണ്ടവനമേയിബ്ലീസ് ആകെല്ലാം ജഹലിൽ അകമതിയിലെ ഇരുവരും കൈകോർത്ത് അഹദ് ചെയ്ത നിബിത നടന്നതെ മത്ത് ചികമൊട്ടി പദമൊണ്ടി പറയവർ ചേർത്ത് ആശാപീരീശത്തില് നടക്കും സന്തോഷത്തോടുകൂടെ അവരുടെ യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതുപോലെ പുതിയൊരു കൂട്ടുകാരനെ കിട്ടിയ സന്തോഷത്തിൽ അബൂജാഹിലും തന്നെ ഇനിയൊന്ന് നോക്കാം എന്ന് വിചാരിച്ചിരിക്കുക.
ബാബാതിൽ പണ്ട് നാശകഥനായൻ താരെല്ലാം ഉടനെ നബികളിൽ അധിപതി പറഞ്ഞു സുജൂദിൽ പുവിതനിൽ വിമുഖത് ഇരുവരും മോദി അബുൽ ഹസൻ അടിത്തങ്ങൾ ഇരക്കുന്ന ചെയ്തി ഞാനും ബാബറുതാളിൽ ആടൽ പൂക്കതായി നായകൂഫികളിൽ കായരുത്താടും പാട്ടായിന്ന് താഹാനേബിക്കിട്ട് മടങ്ങി വന്നൻ അപ്പോൾ തനിയവനില സുജുതാക്കിടക്കൈ അനിതമതു അഭിടുകാതയിരക്കൈ പുനയൊരു ഇസുമുള്ളതീ മധുരക്കൈ താനേയ്യോയ കയ്യൂമെണ്ടാനേ. മഹാനാർക്കൻ അലി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, യുദ്ധത്തിന്റെ അടിയിൽ കുടംബരി കൊള്ളുന്ന യുദ്ധം നടക്കുന്നതിനിടയിൽ ഞാനൊന്ന് പോയി നോക്കി. ആ സമയത്ത് മഹാനാർക്കുന്ന പ്രവാചകൻ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവോട് പറയുന്നു, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനാർക്കുന്ന പ്രവാചകൻ ദുആ ചെയ്യണം, അല്ലാഹുവേ സഹായം എത്തിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പോയോതിൽ തന്മാറിൽ പൂകിന്തേനും രണ്ടാം പോവിനെ വന്ന് സമയത്തിലും നെയ്മാർ പകലിൽ സുയൂമിലക്ഷണമില്ലായി മൃഗശിരം ഉയർത്തിയതില്ലത് കൊതു ആയി ഭഗതനിൻ തുടർന്നത് പൂകിന്തേൻ വീച്ചുറായി പോരും മോതുന്നാറ്. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും യുദ്ധത്തിലേക്ക് മടങ്ങി വന്നിട്ട് വീണ്ടും ഞാൻ പോയി നോക്കിയപ്പോഴും മഹാനാർക്കുന്ന പ്രവാചകൻ അതേ രൂപത്തിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ സഹായം എത്തിക്ക് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്താണ് മഹാനാർക്കുന്ന പ്രവാചകന്റെ ഈ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കളെ വിളിച്ചുകൊണ്ട് പറയുന്ന, മലക്കളെ എന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ സഹായിക്കണം, വേഗം ഭൂമിയിലേക്ക് ഇറങ്ങണം, ഭൂമിയിൽ ഇറക്കിയിട്ട് മനുഷ്യരോട് യുദ്ധം ചെയ്യണം. അപ്പോ വേഗത്തിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ കൂടെ 1000 ആളുകൾ പെട്ടെന്ന് ഭൂമിയിലേക്ക് ഇറങ്ങണം. അവർ ചോദിച്ചു, അല്ലാഹുവേ എങ്ങനെയാണ് ഞങ്ങൾ മനുഷ്യരോട് യുദ്ധം ചെയ്യുക, എങ്ങനെയാണ് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ല, മനുഷ്യരോട് എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് വെച്ചു. ഫദരിബു ഫൗഖൽ അഅനാഖ്, പെരടിക്ക് മുകളിലങ്ങോട്ട് വെട്ടിക്കോ, പെരടിക്ക് മുകളിൽ അങ്ങോട്ട് വെട്ടിക്കോ എന്നും വദരിബു മിൻഹു കുല്ല ബനാൻ, എല്ലാ കണത്തിലും വെട്ടിക്കോ. ഇത് പറഞ്ഞ് മഹാനാർക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ കൂടെ പടപട എന്ന് പറഞ്ഞത് 1000 മലക്കുകൾ അഖൻകുൽ എന്ന് പറയുന്ന ആ ഭാഗത്തിൽ കൂടിയാണ് ഇറങ്ങി വന്നത്. ഇത് ഈ സമയത്ത് അബൂജാഹിലും ഇബ്ലീസും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രംഗത്താണ്. ഈ സമയത്താണ് ഇബ്ലീസിനെ കാണാണ് പടപടാന്ന് പറഞ്ഞിട്ട് 1000 മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വരുന്നത് രംഗം. അബൂജാഹിലെ കയ്യിൽ ഒന്ന് വിട്ടു, ഉദറി. അബൂജാഹിൽ പിടിച്ചപ്പോ വിട്ടു, വീണ്ടും ശക്തമായി പിടിച്ചു, ഒരു കുത്തം കൊടുത്തു, ഇവിടെ ഹംക്കെ കയ്യാണ്. ആ സമയത്ത് അബൂജാഹിൽ പറഞ്ഞു, എന്ത് കാക്ക ഈ കാക്ക, ഞങ്ങളെ എന്തെല്ലാം പറഞ്ഞ് ആവേശപ്പെടുത്തിയിട്ട് ഇപ്പൊ കാക്ക പോണ പോക്കുണ്ടോ? ഓടുന്ന സ്ഥലത്ത് പുല്ല് പോലും മുളക്കാത്ത ഓട്ടാണ് ഇതിന് ചോടിയത്. ആ സമയത്ത് പോകുമ്പോ പറഞ്ഞ പൊന്നാര മക്കളെ, ഇനി അറാമാലാത്തറോ, നിങ്ങൾ കാണാത്ത ചിലതൊക്കെ ഞാൻ കാണുന്നുണ്ടേ. ഇവിടെ ഇപ്പൊ ഞാൻ കാണുന്നതൊക്കെ നീയൊക്കെ കാണാനുണ്ടല്ലോ, എന്റെ കുറച്ച് എന്നീ കൂടി കവർ ചെയ്തിട്ട് നീ ഓടും. അപ്പൊ അതുകൊണ്ട് തൽക്കാലത്ത് നമുക്ക് ഇവിടുന്ന് പോകലാണ് നല്ലതെന്നും പറഞ്ഞിട്ട് ഇബ്ലീസ് ഓടി. അതാണ് ഈ ബദറിൽ ഇബ്ലീസ് ഇറങ്ങിയ മാതിരി ഒന്നും പറയാറുണ്ടല്ലോ, അതാണ് ഈ ബദറിൽ ഇബ്ലീസ് ഇറങ്ങിയത്. എല്ലാം ശരിയാക്കിയിട്ട് മൂപ്പറവിടുന്നുണ്ട് ഫോളോ ചെയ്യും. അങ്ങനെ ആണ് മലക്കള് 1000 മലക്കൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ മുഖ്യ നേതൃത്വത്തിൽ, 1000 മലക്കൾ ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ, 1000 മലക്കൾ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ, അങ്ങനെ 3000 മലക്കൾ ഒന്നിച്ചും പിന്നീട് 2000 മലക്കുകളും, ഇങ്ങനെ മൊത്തത്തിൽ 5000 മലക്കുകൾ ഈ യുദ്ധത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഈ 5000 മലക്കുകൾ ഇറങ്ങിയത്? ഇത് ബഹുമാന സൂചകമായിക്കൊണ്ട് മഹാനാർക്കുന്ന പ്രവാചകനെ സമാധാനിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവര് മലക്കുകൾ ഇറങ്ങിയ രംഗം മനുഷ്യർക്കറിയില്ലല്ലോ.
മഹാനായിരിക്കുന്ന പ്രവാചകന് മാത്രം. പക്ഷെ അവരുടെ ആ രംഗങ്ങൾ, അവരുടെ യുദ്ധത്തിന്റെ ചില രംഗങ്ങളൊക്കെ മനുഷ്യർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കൗരട്ടിതാങ്കൾ വേട്ടും ബദറിലും ബർഗദറുടെ മാട്ടും കണ്ടു മുറിയതിരണ്ട് തരനില കൊണ്ട് വിവരമതായി കുഫുകൾ കരുത്തും മുറിയടത്തും അവർ കുലത്തുണ്ടറിവായി കഥമേ ഹസ്തമ ശിരസ് നാട്ടും മതമതത്തിന് കുഫുകളായിട്ടും കണ്ടമൊഴികത് തുണ്ട വിവരണ കണ്ടിടുക അഹദ അവിടം കരുത്തത് സകലവൻ തൻ മകൻ തിരുത്തും കഥ കേളു. മലക്കുകൾ യുദ്ധം ചെയ്യുന്ന രംഗം ഇവർ ഓങ്ങുമ്പോഴേക്കും തല പോയിട്ടുണ്ടാവും. സഹാബത്ത് ഒരാളെ ശരിയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോഴേക്കും തല ഭൂമിയിൽ ചാടിയിട്ടുണ്ടാവും. എവിടുന്നാണ് വെട്ടും കുത്തും കിട്ടിയതെന്ന് എനിക്കറിയില്ല. പെട്ടപ്പെടാമെന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ ഇതിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നതായിട്ട് സഹാബത്തിനും തോന്നുന്നുണ്ട്, മറ്റവർക്കും തോന്നുന്നുണ്ട്. എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള യുദ്ധം നടക്കുന്നു എന്നുള്ളത് രണ്ട് വിഭാഗത്തിനും തോന്നുന്നുണ്ട്. പക്ഷെ എന്താണ് സംഭവിച്ചത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ഏതായാലും അങ്ങനെ ആ രൂപത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശിക്കുന്ന മാതിരിയല്ല, വിചാരിച്ചതുപോലെ ഇതിലിറക്കി. പിന്നീട് അബൂജാഹിൽ മരിക്കാൻ സമയത്ത് ഈ രംഗം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആളറിയാത്ത ചില വെട്ടും കുത്തൊക്കെ കിട്ടിയല്ലോ, അതാരായിരുന്നു എന്ന് ചോദിച്ചു. മരിക്കുന്ന സമയത്തേ ആളറിയാത്ത ചില വെട്ടും കുത്തൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് ആരായിരുന്നു എന്ന് ചോദിച്ചപ്പോ സഹാബത്ത് പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അത് മലക്കുകളായിരുന്നു. അപ്പൊ പറഞ്ഞറിയോ, അത് ശരി, അപ്പൊ ജയിച്ചത് നിങ്ങളല്ല, അപ്പൊ ജയിച്ചത് മലക്കുകളാണ്. അപ്പോഴോ പഹയന് ജയം സമ്മതിച്ചു കൊടുക്കാൻ മനസ്സൊന്നില്ല. അപ്പൊ ജയിച്ചത് നിങ്ങളല്ല, മലക്കുകളാണ് ജയിച്ചത് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഇവിടെ യുദ്ധം കൊടുമ്പിൽ കൊള്ളുന്നു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് അതുപോലെ മുആദ് ബിൻ അഫ്റാ റളിയല്ലാഹു തആല ഈ രണ്ട് പേരും ചെന്നിട്ട് അബൂജാഹിൽ എവിടെയെന്ന് വെച്ചു. ഇവർ രണ്ടുപേരും ചെറിയ കുട്ടികളാണ്. ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ യുവാക്കളാണ്, വളരെ ചെറിയ പ്രായക്കാരാണ്. അപ്പൊ എന്തിനാണ് നിങ്ങൾ അബൂജാഹിലിനെ ചോദിച്ചു? നമുക്ക് അല്ലാണ്, അല്ലാഹുവിന്റെ റസൂലിനെ വളരെയധികം ആക്ഷേപിച്ചെടുക്കുന്ന ആളല്ലേ അവന്, കൊണ്ട് ഞങ്ങൾക്ക് അവനെ കൊല്ലണമെന്നോ. അപ്പോ ഇബ്രാഹിം ബിൻ ഔഫ് റളിയല്ലാഹു തആല കാണിച്ചു കൊടുത്തു ആറായി. അങ്ങനെ രണ്ടുപേരും ചെന്നിട്ട് അബൂജാലിനെ മാറി മാറി വെട്ടിയെന്നാണ്. അവിടെ പക്ഷെ അതിന്റെ അവസാന കർമ്മം നിർവഹിച്ചിരിക്കുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ആണ് എന്നാണ് ബഹുമാനപ്പെട്ട പോയിൻകുട്ടി വൈദ്യരോടെ പറയുന്നത്. ചരിത്രത്തിൽ അങ്ങനെയുണ്ട്. അങ്ങനെ രണ്ടുപേരും അവകാശവാദവുമായി കൊണ്ട് നബിയുടെ അടുക്കൽ ചെന്നു, ഞാനാണ് കൊന്നത്. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, രണ്ടുപേരുടെയും വാൾ ആവശ്യപ്പെട്ടു. രണ്ടുപേരുടെയും വാളിൽ നിന്ന് രക്തം കണ്ടിട്ട് പറഞ്ഞു, ഇന്നക്കുമാ കാത്തല, നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് കൊന്നത് എന്ന് പറയുകയുണ്ടായി. ഏതായാലും അങ്ങനെ അബൂജാഹിലിങ്ങനെ ഈ കുത്തൊക്കെ കിട്ടിയിട്ട്, അപ്പോ മീക്കായിന്റെ അടുക്കൽ നിന്ന് ഒരു കുത്തിട്ടിട്ടുണ്ട്, അതുപോലെ ഇബ്ലീസിന്റെ അടുക്കൽ നിന്ന് ഒരു കുത്തിട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവർ രണ്ട് മക്കളുടെ അടുക്കൽ നിന്ന് വിട്ടു. ഇതൊക്കെ പാടെയായിട്ട് അബൂജാഹിലിന് ഏകദേശം വേണ്ടത് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തെരഞ്ഞു നടക്കാണ് അബൂജാഹിൽ എവിടെയാണ്. അബൂജാഹിനെ കണ്ടുപിടിച്ചിട്ട് വേഗത്തിൽ തന്റെ വയറ്റിൽ കയറിയിരുന്നു, നെഞ്ചത്ത് കയറിയിരുന്നു. കയറി എന്നിട്ട് പറഞ്ഞു, കേരള അബൂജാഹിലെ കേരള കോടിയ കേട കേരള ചേടയമൂട കേരള തുടിക്കും പകയാ കടുക്കും പകയാ ജുഹല കേളടാ ചാളി ചോകത്തെ പോലെ മാളി കീടപ്പവനെ സഹളം യാതുവല്ല നാളം നഹുവാക്കല്ല താളി കീടത്തിലൂടൻ കീഴെ മാറി തിരുമ്പോൾ തുളിത്തേലെന്തിടുന്നോ ഏലന്ത കടുകടുവാ. അബൂജാഹിലിന്റെ നെഞ്ചത്ത് കീറുകൊണ്ട് പറഞ്ഞു, തൊണ്ണാറഹംകെ ഒബഹംകെ, ഒരുപാട് കാലമായില്ലേ നീ നേതാവായി ചമഞ്ഞു നടക്കുന്നത്, ഇന്ന് ഈ സമയത്ത് നിന്നെ കൊണ്ട് ഒരു ചുറ്റിനും പറ്റൂല എന്ന് ഞങ്ങൾക്കറിയാം. ഒരു വസ്തുവിനും ഇനി നിന്നെ പറ്റൂല. ഇനി കടന്ന് ചാവാനല്ലാതെ വേറൊരു വസ്തുവിനും നിന്നെ കൊള്ളൂല. ഈ സമയത്ത് ഞാനൊരു ഓഫർ തരുന്നു, ഈ സമയത്ത് വെച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ തയ്യാറാണ് എങ്കിൽ എല്ലാം പഴയതെല്ലാം മറന്നുകൊണ്ട് എല്ലാവിധ സംരക്ഷണങ്ങളും നിനക്ക് തരാൻ തയ്യാറാണ്. ആ സമയത്ത് അബൂജാഹിൽ പറയാണ്,
ആടും കീരീവണത്തിൽ കൂടും പായൽ കണത്തിൽ അതന്നെ തീടുപോലെ ഈ സമയത്ത് അരുഷാനെ ഈടും ജോകിയെത്താന വീടും വെഞ്ചീന് കേറി ഇരിപ്പാനൂറച്ചവിന്നോടൊരുത്താനെന്തലും തുട്ടോ. പടച്ചവനെ, ആരുടെ നെഞ്ചത്താണ് നീ കേറിയിരിക്കുന്നതെന്ന് വെച്ചു. ആട് മേച്ച് നടക്കുന്ന പയ്യനായിരിക്കുന്ന നെയ്യ് ഈ ഖുറൈശിയുടെ രാജാവായിരിക്കുന്ന എന്റെ നെഞ്ചത്താണ് കേറിയിരിക്കുന്നത്. ഒന്നും പറയാതെ തോളാവുന്നതാണ് നമുക്ക്. എന്നിട്ട് അവന്റെ ഒരു പ്രസംഗം, കിബിരത്വം തിന്നും മുറയ്ക്ക് മുന്നോർ കീർത്തിത്വം തിന്നും. ുമ്മതുണ്ട് കേണിക്കിൽ കൊണ്ട് എന്നിൽ നാണക്കേടിലൈവുണ്ട്. ഒയ്യും ജ്യേഷ്ഠമുണ്ട് മഹിയിൽ കേട്ടവരുതുണ്ട്. ഉരുട്ടും മാറികളുമായ ചുരുട്ടും തേറികൾ പോയോ. അടഹംക്കെ, നീ ഒന്നും വിചാരിക്കണ്ട, നീ അതിന് മടിയോ മറ്റൊന്നും വിചാരിക്കണ്ട. ദയവ് ചെയ്തിട്ട് ഈ സമയത്ത് നിനക്ക് ഇസ്ലാമിലേക്ക് വരാൻ സാധിക്കുമോ? വന്നോ, എല്ലാവിധ സംരക്ഷണം നൽകാം, മറ്റുള്ളതൊക്കെ മറക്കാം, നിന്റെ എല്ലാ രൂപത്തിലും ഞങ്ങളെ സംരക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ അബൂജാഹിൽ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എനിക്ക് മരിക്കുന്നതിൽ യാതൊരു പേടിയുമില്ല. പക്ഷെ രണ്ട് സങ്കടമാണ് എനിക്കിപ്പോഴുള്ളത്. രണ്ട് സങ്കടം. ഒന്ന്, മുഹമ്മദോ അലിയോ ഹംസയോ ഒക്കെ എന്നെ കൊല്ലുകയായിരുന്നു എങ്കിൽ എനിക്ക് അതിലൊരു അഭിമാനം ഉണ്ടായിരുന്നു. മുഹമ്മദ്, അലി, ഹംസ പോലത്തെ ഉമറൊക്കെ കൊല്ലുകയാണെങ്കിൽ എനിക്കതിൽ അഭിമാനം ഉണ്ടായിരുന്നു. ഒരു രാജാവായിരിക്കുന്ന ഖുറൈശിയുടെ നേതാവായിരിക്കുന്ന എന്നെ കൊല്ലുന്നത് ആട് മേയ്ക്കുന്ന നീയായി പോയല്ലോ പണ്ടാറപ്പഹയ. ഇതാണ് എനിക്ക് ഒന്നാമത്തെ സങ്കടം. മറ്റൊന്ന്, രണ്ടാമത്തെ സങ്കടം, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെപ്പോലെ അത്ര സ്ട്രോങ് ആയിട്ട് മുഹമ്മദിനെ എതിർക്കാൻ ഒരു ശത്രു മുഹമ്മദിന് ഇല്ലാതെയായി പോയല്ലോ. ഈ രണ്ട് കാര്യങ്ങൾ ഇത് ഓർത്തിട്ട് മാത്രമാണ് എനിക്ക് സങ്കടം. അത് മരിക്കുന്നതിന് എനിക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ ആ ബാർബർ ഷോപ്പിലെ കത്തിക്കുന്ന ഒഴിവാക്കിയിട്ട് എന്റെ നല്ല കത്തി, എന്റെ നല്ല ഈ വാള് പിടിച്ചിട്ട് ഇതുകൊണ്ട് എന്റെ തല കുറച്ച് നീട്ടി മുറിക്കുക. എന്തിനാണെന്നറിയോ? മുഹമ്മദിന്റെ തല കണ്ട് ഞെട്ടട്ടെ എന്നാണ്. എന്റെ തല കണ്ടിട്ട് മുഹമ്മദ് ഞെട്ടിപ്പോകട്ടെ. അങ്ങനെ ആ സമയത്ത് ഒരിക്കലും നീട്ടിമുറിക്കുകയാണ്. നീട്ടിമുറിച്ച് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് കൊണ്ടുവരികയാണ്. അനേകവാക്കൾ കരേശങ്ങൾ അറുതെടുത്താറം ചെനക്കളം വീട്ടങ്കവരെ നാടൻ താർ സിംഹരിനെ ബിയാതെ തിരുവനന്തം താർ കരുവാതിൽ വെറുത്തി സദാ നദിയെ ജഹിലിതന്റെ തനോത്തുകന്തോരിൽ ചവറിഞ്ചേതി സർവം വിവരമ്പോൾ പരിതങ്കോതി ഓതൽ ചുഷന്തു വിപ്പവർ സാഹബ ഓത്തിട്ടുറിയെല്ലാവരും മർഹബ തുടർന്നു ബഷീറിന്റെ തോളറിയടുങ്കലില്ലറിവൂരത്താർ അബീപരം വക്കൽ അന അകിറമ അടവേ റസൂലേക്കാൾ എന്നും മർഹമ. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അബൂജാഹിലിന്റെ തലയുമായി കൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, നബിയെ, അബൂജാഹിലിന്റെ തലയിതാ നബിയെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യുദ്ധത്തിന്റെ സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുക്കുന്നു. അബൂജാഹിലിനെ കൊന്നരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് എന്നിട്ട് അബൂജാഹിൽ പറഞ്ഞരങ്ങളും പറഞ്ഞു കൊടുത്തതായിരിക്കുന്ന സമയത്ത് ശബ്ദത്തിൽ അവരെല്ലാവരും തെറ്റുപേര് ചൊല്ലിയിട്ട് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന പ്രവാചകൻ പറയുകയാണ്, അതീപരിവക്കിൽ അന അകിറമ അടവേ റസൂലേക്കാൾ എന്നും മർഹമ സദാ അകിറമോറെനിയുമ
സകലാവുമാനേക്കാൾ അലർവാഹിമാന. ഇവിടെ ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും അക്രമാണ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും അക്രമാണ് ഞാൻ. അഥവേ റസൂലേക്കാളും അർഹമാം. ഞാൻ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളിൽ നിന്ന് ഏറ്റവും അല്ലാഹുവിൽ അനുഗ്രഹിച്ച ഒരു പ്രവാചകൻ ഞാനാണ്. സകലാവുമാനേക്കാൾ. അതുകൊണ്ട് തന്നെ എന്റെ ഉമ്മത്തികളാട്ടെ മറ്റു ഉമ്മത്തികളിൽ നിന്ന് വ്യത്യസ്തമാണ്. അല്ലാഹുവിന്റെ ഏറ്റവും അനുഗ്രഹിച്ച ഉമ്മത്തികൾ എന്റെ ഉമ്മത്തികളാണ്. അതുകൊണ്ട് തന്നെ നിരന്തേ നബികൾക്കും റസൂലുകൾക്കോരേ നിരും ഫിറഔനെതിർപ്പാത്തോരേ. ഓരോ മുസ്ലിങ്ങൾക്കും ഓരോ പ്രവാചകന്മാർക്കും ഓരോ ഫിർഔനുണ്ട്, ഓരോ ശത്രുവുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നമ്രൂദ് ഉണ്ടായതുപോലെ, മൂസ നബി അലൈഹി ഇസ്ലാമിന് ഫിർഔൻ ഉണ്ടായതുപോലെ അങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ ഫിർഔനുണ്ട്. എന്നാൽ ചെറുതായി പകയറി കുല്ലുഹും സഗീറാ മിൻഹും യലീ ഫിർഔൻ ഇവൻ കബീറാ. മറ്റുള്ളവരുടെ ഫിർഔന്മാരൊക്കെ സഗീറാണ്, ഒക്കെ ചെറുതാണ്. അവരുടെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള ഫിർഔന്മാരാണ് അവർക്കൊക്കെ ഉള്ളത്. എന്നാൽ ഞാൻ അതിൽ നിന്ന് ഏറ്റവും മക്രമായ കാരണം കൊണ്ട്, ഞാൻ ഏറ്റവും ബഹുമാനിയായ കാരണം കൊണ്ട് എന്റെ ശത്രുവിനും വരുത്തം കൂടും. അതുകൊണ്ട് എന്റെ ഫിർഔനായ ഇവൻ കബീറാണ്, ഇവൻ വലിയ ഫിർഔനാണ്. കാരണം മുറയായി ഫിർഔനിൽ മൂസാഹല ഹലക്കും സമയം കാല ഉറുദിയുമൈക്കുള്ള ഇലാഹി കൊണ്ടും കൊണ്ടും സദ്യപ്പായി വിശ്വാസിത്തേ കുറത്താൽ എനിക്കുള്ള ഫിർഔനത്തെ. ഇവിടെ എല്ലാ ഫിർഔന്മാരും വളരെയധികം എല്ലാ ഫിർഔനും സഗീറായപ്പോൾ, അത് ചെറിയതായപ്പോൾ എന്റെ ഫിർഔൻ കബീറാണ്. കാരണം മൂസ നബി അലൈഹി ഇസ്ലാമിന്റെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെയും ഫിർഔനായിരിക്കുന്ന ഫിർഔനെ ഒറിജിനൽ ഫിർഔൻ മുങ്ങി നശിക്കുന്ന സമയത്ത് പറഞ്ഞില്ലേ, അഹാമന്തു ബി റബ്ബി മൂസ വ ഹാറൂൻ. മൂസയെ കൊണ്ടും മൂസയുടെ റബ്ബിനെ കൊണ്ടും ഹാറൂന്റെ റബ്ബിനെ കൊണ്ടും ഞാൻ വിശ്വസിച്ചു എന്ന് മരിക്കാൻ സമയത്തെങ്കിലും ഫിർഔന് പറയാൻ തോന്നിയെങ്കിൽ എന്റെ ഫിർഔനായിരിക്കുന്ന ഈ ഫിർഔൻ എന്താണ് പറഞ്ഞത്? കൊണ്ടും മരണത്തിൻ സമയം തന്നിൽ തോറ്റിയവന്നേറ്റിയാതാവത്തിന്നിൽ കിണ്ടം കുഫിർ പോരും കസാവത്തോളും കേറ്റി ചിറമ്മയും മകളുപോലും. എന്റെ ഫിർഔൻ എന്താണ് പറഞ്ഞത്? എന്റെ ഫിർഔൻ പറഞ്ഞത് അവന്റെ തല നീട്ടിയിരിക്കട്ടെ, എന്റെ തല കണ്ട് മുഹമ്മദ് ഞെട്ടട്ടെ എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയ ഫിർഔൻ എന്റെ ഫിർഔനാണ്. എന്നോടുള്ള ആ വൈരാഗ്യം, അവന്റെ ആ കസ്വത്ത്, അവന്റെ ആ കാഠിന്യം ഒരിക്കലും മരണം വരെ അവൻ ഒഴിവാക്കിയിട്ടില്ല. എന്റെ കരീമായോറനെയും എത്തിലും ഫിർഔനശദ്ദുത്താൻ ഉത്താറനും കഞ്ചുകൾ ബാത് തന്നിൽ ഉള്ളാറെത്തി നബിയാർ മുന്നിൽ മുത്തൂസഫിയുള്ള കനിന്ത പോതേ മുന്തി പെരിയോനിൽ സുജൂദ് ചെയ്തേ സുത്തങ്കർ തോലുദാർ ശുക്രായി ദുആയും ചെയ്തിരേ ജാഹിദ കത്തല്ലായിനത്ത് നെടുനാൾ മട്ടേ കരുടൻ ജഹൽക്കെന്നും വഴങ്ങിയിടട്ടെ ബദർ തന്നിൽ ഷഹീദായൂരാ വള്ളല്ലവർ തെന്നും പതിനാൾ പേരാ മൊഴിവാൻ അതിൽ സിത്താമുഹാതിരുകളാം മുടിയോർ തിരയേട്ടും മൻസാകളാം അശകർ 14 മബൂത്താൽകളാം അതിരപ്പടക്കിട്ട പുലിയാർകളാം അഷറാഫുകൾക്കിമ്പ തലവീരരാം അടവേ ശുഹദാക്കൾ കരശാലോരാ മറുടർമാളം രണ്ടും മറ്റുള്ളവരെല്ലാം ഷഹീദും പെരിയൊന്നവനാണ് ഇഹ്വാങ്കളേ പെരുമാറിൻ ഭൂമികളേ. ഇവിടെ മഹാനാർക്കുന്ന പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം
അവിടുന്ന് അല്ലാഹുവിന് സുജൂദായിക്കൊണ്ട് അല്ലാഹുവിന് ശുക്റായിക്കൊണ്ട് 2 സുജൂദ് ചെയ്യുകയാണ്, 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിന് ശുക്ർ ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ ബദലിൽ ഷഹീദായ ആളുകൾ 14 ആളുകളാണ്. അതിൽ 6 മുഹാജിറുകളും 8 അൻസാരികളും. മക്കയിൽ നിന്ന് ഹിജ്റ പോയ 6 മുഹാജിറുകളും 8 അൻസാരികളുമാണ് ബദറിൽ ഷഹീദായത്. ആ 14 പേരും വീരശൂര പരാക്രമികളായിരുന്നു, ഈറ്റപ്പിടികളായിരുന്നു. പെരിയോന്നവനാണ് പാവിത്തുരക്കളെ അരിപ്പങ്കുറാനും ഹദീസുണ്ടേ, അവർകൾ നെടുനാളും ഹയാത്തോരുണ്ട്, അരിയോർഗവർ കല്ലാറിവായെന്നാളും അരുളി പൊലി കേട്ടേ ഖിയാമത്തോളും. അവര് അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്ന് അവരെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവരൊരിക്കലും മരിച്ചവരല്ല, അവർ ഈ ലോകത്ത് തന്നെ അവർ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ്, അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്നും. അങ്ങനെ ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം സഹാബത്ത് മദീനയിലേക്ക് മടങ്ങുകയാണ് സന്തോഷത്തോടുകൂടെ. കാരണം 70ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തു. 70ഓളം ആളുകളെ അബൂജാഹിൽ, ഉത്ബത്ത്, ഷൈബത്ത് പോലെയുള്ള പ്രഗത്ഭരായിരിക്കുന്ന 70ഓളം ആളുകളെ കൊലപ്പെടുത്തുകയും അതുപോലെ തന്നെ പ്രഗത്ഭരായിരിക്കുന്ന 70ഓളം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിനു ശേഷം സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ മദീനയിലേക്ക് അവർ വരികയാണ്. പക്ഷെ മദീനയിൽ എത്തിയപ്പോഴാണ് നേരത്തെ രോഗിയായിരിക്കുന്ന മഹദിയായിരിക്കുന്ന റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള വിവരം അവർ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ബദറിന്റെ ആഘോഷം അവർക്ക് ആ ബദറിന്റെ ഒരു സന്തോഷം അവർക്ക് ആഘോഷിക്കാൻ സാധിച്ചില്ല. ആ മഹാനായിരിക്കുന്ന പ്രവാചകന്റെ മകളുടെ വഫാത്തായിരുന്നു അവരെ എതിരേറ്റിരുന്നത്. لا سيما الشهداء درجات جلي بيدة حارسة ورافع صفوان سعيد ثم عوف النافع وذي الشمالين النمير الناصح وغيرهم معود مبشر ومهجع وعاقل الفاصيح يزيد زدنا العلم يا جليل. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുത്തിരുമാറാവട്ടെ. ഇരുവരും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും വിജയിപ്പിക്കുമാറാവട്ടെ. നാളെ സ്വർഗീയ ലോകത്ത് ആ ബദരീകളോടുകൂടെ ഒരുമിച്ച് കൂടാൻ അവരുടെ സ്നേഹം നമുക്ക് കാരണമാക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ പരിപാടിയിൽ വന്ന അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ നൽകാവുന്നതാണ്. നിർദ്ദേശങ്ങൾ തരുന്ന ആളുകൾ പിന്നെ ഉഷാറായിരുന്നു എന്ന് പറയാൻ വേണ്ടി ആരും വരണ്ട. ഉഷാറായിരുന്നു എന്ന് പറയാനല്ല വരേണ്ടത്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും അതുപോലെ തന്നെ ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാനും കാര്യങ്ങളൊക്കെ പറയാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വന്ന് അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ ചരിത്രം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഏതാനും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് റമദാനിലുള്ള. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞതിന് ശേഷം മറ്റെന്തെങ്കിലും ചരിത്രമൊക്കെ നമുക്ക് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ പറയാം എന്ന് പറയുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അതിനുശേഷം നമുക്ക് ഒന്ന് ദുആ ചെയ്യേണ്ടതുണ്ട്. അതിന് പറ്റിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ ഉസ്താദുമാര് ഉണ്ടെങ്കിൽ അവർ ഈ ചരിത്രം കഴിഞ്ഞ ഉടനെ അവരുടെ പേരൊക്കെ കുറിച്ചിട്ട് ദുആ ചെയ്യുന്നത് നല്ലതാണ്. ഇന്ന് അല്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് നാളെ ലൈബിൾക്കാർ പ്രതീക്ഷിക്കാവുന്ന രാത്രിയായിട്ട് കൊണ്ടുവന്നിരിക്കില്ല. എന്നാലും നാളെ നമുക്ക് വിശദമായിട്ട് തന്നെ ദുആ ചെയ്യാവുന്നതാണ്.